നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതിനെ വജ്രായുധമാക്കിയ CPM-ന് 8ന്റെ പണി കിട്ടാൻ പോകുന്നു. കൂട്ടത്തിലെ ഒരു വമ്പൻ നേതാവ് ബി.ജെ.പിയിലേക്കെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനിലൂടെ CPM-നെയും ഞെട്ടിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. മുൻ ദേവികുളം MLA S. രാജേന്ദ്രനെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ ബി.ജെ.പി കാര്യമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബി.ജെ.പി ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയതായി S. രാജേന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജേന്ദ്രനെ തിരികെ പാർട്ടിയിൽ എത്തിക്കാൻ CPM ശ്രമം നടത്തുന്നതിനിടെയാണ് ബി.ജെ.പി നേതാക്കളും ഒരു വഴിക്കൂടെ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജേന്ദ്രൻ നിരവധി തവണ സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായെങ്കിലും ഈ വാർത്ത അദ്ദേഹം തന്നെ തള്ളുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ പാർട്ടികളും തന്നോട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. PK കൃഷ്ണദാസ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കളും ബി.ജെ.പിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവും വീട്ടിലെത്തി ചർച്ച നടത്തിയെന്നും മുൻ MLA പറയുന്നു. പക്ഷേ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിട്ടില്ല. ചർച്ച നടന്ന കാര്യം ജനുവരിയിൽ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. പോകരുതെന്ന നിർദ്ദേശം അദ്ദേഹം തന്നുവെങ്കിലും അതിനുശേഷം ഇന്ന് വരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. CPM-മായി തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ല. ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല. ചില ബി.ജെ.പി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ മറ്റു പല പാർട്ടിയിലെയും നേതാക്കൾ വന്നു കണ്ട് സംസാരിച്ചിരുന്നു. ആ ചർച്ചകളൊന്നും തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ. മൈക്കിൽ കൂടി പ്രസംഗിച്ച് നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല. പാർട്ടിയുടെ മുന്നിൽ 1000 വട്ടം തോൽക്കാം, പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല. നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും രാജേന്ദ്രൻ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന A. രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല. ഇതിനിടെ MM മണി ഉൾപ്പെടെയുള്ളവർ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ 3 തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന A. രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു രാജേന്ദ്രനെതിരായ ആരോപണം. A. രാജയ്ക്കെതിരായി താൻ ഒരു ബൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ മറയൂർ പഞ്ചായത്തിൽ 1300 വോട്ട് പിറകിലാണ്. രാജ 800 വോട്ടിന് മാത്രമാണ് പിന്നിലായതെന്നുമായിരുന്നു രാജേന്ദ്രന്റെ വാദം. ഇപ്പോൾ പാർട്ടി തന്നെ തഴയുന്നു എന്നൊരു മനോഭാവത്തിൽ നിൽക്കുകയാണ് രാജേന്ദ്രൻ. ഈ അവസരത്തിലാണ് ബി.ജെ.പി ഒരു ചൂണ്ടയിട്ട് നോക്കുന്നത്. കൊളുത്തിയാൽ കൊളുത്തി, ആ ഒരു രീതിക്കാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. പത്മജയെ പാർട്ടിയിൽ എത്തിച്ച ഒരു ആവേശത്തിലാണ് ബി.ജെ.പി ഇപ്പോഴുള്ളത്. അക്കൂട്ടത്തിൽ CPM-കാർ ഒരു വലിയ വീരവാദം കോൺഗ്രസിന് നേരെ ഉയർത്തുന്നത് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളായി ഇനി ബി.ജെ.പിയിലേക്ക് പോകുമെന്നാണ്. അത്തരത്തിൽ വലിയ ഒരു പരിഹാസം കോൺഗ്രസിന് നേരെ ഉന്നയിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പണി CPM-ന് ഇട്ട് കിട്ടിയിരിക്കുന്നത്. രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകുമോ, ബി.ജെ.പിയിലേക്ക് എത്തുമോ എന്ന് പല നേതാക്കളും ഉറ്റുനോക്കുന്നുണ്ട്.